and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. I hope you're all doing well. Conquer strongholds in prayer. പ്രാർത്ഥനയിൽ കോട്ടകളെ ഇടിച്ചു കളയുക. Conquer strongholds in prayer. Prayer എന്ന് പറയുന്നത് ഏത് കോട്ടയെയും ഇടിക്കുന്നതാണ്. Prayer is something that conquers any strongholds. ഏത് മനുഷ്യനും ഏതെങ്കിലുമൊക്കെ സീസണിൽ അവൻ ചില കോട്ടകളുടെ മുൻപിൽ വരേണ്ടി വരും. Every person in some seasons of their life will come in front of certain strongholds. ഈ കോട്ടകളെ കണ്ടുകൊണ്ട് തിരിഞ്ഞു ഓടുകയല്ല വേണ്ടിയത്. What we must do is not run away from these strongholds. 2 Corinthians chapter 10 verse 4 പറയുന്നു, 2 Corinthians 10 verse 4 says, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. the weapons we fight with are not the weapons of the world. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. On the contrary, they have divine power to demolish strongholds. നിങ്ങളുടെ മുൻപിലുള്ള സകല കോട്ടകളും ഇടിയാൻ പോകുകയാണ്. All the strongholds that are in front of you, they are going to be broken. ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും വേണ്ടി ചില വാതിലുകളെ തുറക്കാൻ പോകും. The Lord is going to open certain doors for you and your generations. ചില വിവാഹത്തോട് ബന്ധപ്പെട്ട് Related to some marriages. അവൻ ഒരു കോട്ട പോലെ നിൽക്കുന്ന അപ്പുറം കാണുവാൻ കഴിയുന്നില്ല. You're unable to see beyond the situation. It's like a stronghold in your life. നിങ്ങൾ ഭാരപ്പെടണ്ട. Don't worry. This month, In this month, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെറൈറ്റി മന്തായി മാറാൻ പോകും. this month is going to be a variety month in your life. നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞ 10 വർഷങ്ങൾ, The past 10 years in your life, പല ക്രൈസിസിലൂടെ പോയി. you went through many crises. എന്നാൽ കർത്താവ് പറയുന്നു, But the Lord is saying, ഈ 11ാം വർഷത്തേക്ക് കയറുമ്പോൾ as you enter into this 11th year, പുതിയ അധ്യായങ്ങൾ തുറക്കാൻ പോകും. new chapters will be opened up. കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ഫേസ് ചെയ്ത ചില കോട്ടകൾ എല്ലാം ഇടിയാൻ പോകും. Some strongholds that you faced in your previous years are going to be broken right now. അവൻ കോട്ടകൾ മറിയാൻ പോകുകയാണ്. The strongholds are going to be broken down. ഇന്ന് കണ്ട ആ മിസ്രൈമിനെ ഇനി കാണുകയില്ല. The Egypt you saw till now, you will never see it again. എന്നും നേക്കുമായി അത് മാറിപ്പോകും. Forever it is going to be destroyed. നിങ്ങൾ ചിന്തിച്ചു, You thought ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. it is not possible to go forward എന്നാൽ again. നിങ്ങളുടെ മുമ്പിൽ മറയായി കിടന്ന ആ കർട്ടൻ മാറിപ്പോകും. However, that curtain which stood to veil your eyes until now is being നിങ്ങളുടെ removed. അവകാശത്തിൽ നിങ്ങൾ പ്രവേശിക്കാൻ പോകും. You are going to enter into your inheritance. നിങ്ങളെ ദൈവം പലയിടത്തുനിന്നും കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു സ്ഥലത്താക്കി വെച്ചിരിക്കുക. God has brought you from many different places and brought you to this place. ഒരു ബ്രദർ റെജി, ആമേൻ, ഒരു ഉമ്മൻ നിങ്ങളുടെ കുടുംബത്തിൽ ആമേൻ ചില വാതിൽ അടഞ്ഞു കിടക്കും. One brother Reggie, woman in your family, some doors have been closed. ആമേൻ. കർത്താവ് പറയുന്നു, ദൈവം നിനക്ക് ചില വാതിലുകൾ തുറക്കാൻ പോകും. The Lord is telling that He's going to open certain doors for you. ഇപ്പോൾ നീ ചില കഷ്ടത്തിലും ഫിനാൻഷ്യൽ ക്രൈസിസിലുമായിരിക്കും. Currently, you are in certain difficulties, in certain financial crisis. നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ചില കാലങ്ങൾ ലോസായി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. Don't think that your past years were a loss for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യം ചെയ്യും. God will do great things for you. അവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തെ ബ്ലസ് ചെയ്യണമേ. bless these people. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർ, These dear people who are listening to the word right now, ഏറ്റവും ബ്ലസ്സഡ് ആയി മാറട്ടെ. let them be completely blessed. അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകട്ടെ. Let there be a transformation in their life. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കട്ടെ. Let a great change and transformation happen in their life. അവരുടെ തകർന്ന ലോഞ്ചിൽ നിന്ന് അവരുടെ ബ്ലെസ്സിംഗ് ലോഞ്ചിലേക്ക് മാറ്റപ്പെടട്ടെ. Lord, let them be transformed from the situation in where they are suffering. അടഞ്ഞു കിടക്കുന്ന ലോഞ്ചിൽ നിന്നും അനുഗ്രഹത്തിന്റെ ലോഞ്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടട്ടെ. Lord, change their situation from the lounge where it is closed to the lounge where it is being blessing and after blessing. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus.
Amen. Amen. God bless you. Love you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.